പകലന്തിയോളം ശ്രീപത്മനാഭസ്വാമിയുടെ ഈ ക്ഷേത്രഗോപുരത്തെ ആകർഷകമാക്കുന്നത് സൂര്യപ്രകാശമാണ്. നമ്മളിൽ എത്ര പേർക്കറിയാം രാത്രിയും ഈ ക്ഷേത്രത്തിന് ദീപശോഭയേകുന്നത് സൂര്യപ്രകാശമാണെന്ന കാര്യം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വൈദ്യുതി ബില്ല് മാസം 1 ലക്ഷം രൂപയായിരുന്നു. വൈദ്യുതി ചെലവ് കുറയ്ക്കാനായി പരിഹാരം ആലോചിച്ച ക്ഷേത്രം ഭരണസമിതി 6 മാസം മുൻപ് ഒരു പോംവഴി കണ്ടെത്തി. സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചു. 74 സോളാർ പാനലുകളാണ് സ്ഥാപിച്ചത്. ഒരു ദിവസം 200 യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വൈദ്യുതി കിട്ടിത്തുടങ്ങി. 1 ലക്ഷം രൂപയായിരുന്ന ബില്ല് ഒറ്റയടിക്ക് 40,000 രൂപയായി കുറഞ്ഞു. അതായത് ആവശ്യമുള്ള വൈദ്യുതിയുടെ 60% ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു. വൈദ്യുതി വിളക്കുകൾ, പ്രസാദങ്ങൾ തയ്യാറാക്കാനുള്ള യന്ത്രങ്ങൾ, നിലവറയിലെ ഈർപ്പം ഒഴിവാക്കാനുള്ള ഉപകരണം, എല്ലാത്തിനും വൈദ്യുതി ഉപയോഗം കൂടുതലാണ്. സൗരോർജ്ജം വലിയ ആശ്വാസമായി. ക്ഷേത്രത്തിൻ്റെ വൈദ്യുതി ആവശ്യത്തിൻ്റെ പകുതിയിലധികം 3/4 ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ സോളാർ വൈദ്യുതി ഉൽപ്പാദനം വഴി പ്രയോജനം ചെയ്യുന്നുണ്ട്. മുൻപ് നമ്മൾ നൽകിക്കൊണ്ടിരുന്ന വൈദ്യുതി ബില്ല് വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോൺ കൺവെൻഷണൽ എനർജിയിലേക്ക് പോകുന്ന ഒരു നയമാണ് ഇവിടെ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുമ്പോൾ ക്ഷേത്രത്തിന് അധികം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് വിൽക്കാം. ഇങ്ങനെ മിച്ച വൈദ്യുതി വിൽക്കുന്നവർക്ക് ഒരു പണി വരുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ 1963 മുതൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 1.2 പൈസ ചുമത്തിയിരുന്നു. 63 നിശ്ചയിച്ചതാണ്. ആയതിനാൽ ഇത് യൂണിറ്റിന് 15 പൈസയായി വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ 24 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. അതായത് സർക്കാരിന്റെ വക ഉപദേശവും ഉപദ്രവവും ഒരുമിച്ചാണ്. ഒരു വശത്ത് സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കാൻ പുരപ്പുറ സോളാർ പോലുള്ള പദ്ധതികൾ, അതേ സർക്കാർ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരെ പിഴിയുകയാണ്. യൂണിറ്റിന് 1.2 പൈസയായിരുന്ന വൈദ്യുതി തീരുവ 15 പൈസയാക്കിയത് നിസ്സാരമായി തോന്നാം. 5 കിലോ വാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നയാളുടെ ബില്ല് ഞങ്ങൾ കണക്ക് കൂട്ടി. 680 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ 1.2 പൈസ കണക്കിൽ വൈദ്യുതി തീരുവ 6 രൂപ 84 പൈസയാകും. എന്നാൽ 15 പൈസയായി ഉയരുമ്പോൾ തീരുവ 90 രൂപയായി. സർക്കാരിൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നല്ലെന്ന് സാരം. ക്യാമറമാൻ രതീഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.